നിന്റെ ആഗ്രഹം പോലെ കല്യാണ ശേഷം നമ്മൾ ഊട്ടിയിലെത്തി. എന്റെ മാത്രല്ലല്ലോ, ഗോപിയേട്ടന്റെ ആഗ്രഹവും അതായിരുന്നില്ലേ? ആയിരുന്നു. അതാണല്ലോ ഈ ദിവസത്തിന് വേണ്ടി ക്ഷമയോടെ ഞാൻ കാത്തിരുന്നത്. നമ്മുടെ രണ്ടാളുടെയും കാത്തിരിപ്പിന് ഒരു അവസാനം എന്നോണം ഈ രാത്രിയും കടന്നു വന്നു. ഗോപേട്ടാ, എന്താ മീരെ? ഒരു നിമിഷം, ഞാൻ ഇപ്പൊ വരാം. ക്ഷമിക്കണം ഗോപേട്ടാ, ചേട്ടനെ നിരാശനാക്കിയല്ലേ? എന്താ മീരെ ഇത്? പ്രകൃതിയുടെ നിയമാനുശാസനം പാലിച്ചല്ലേ പറ്റൂ. എന്നാലും ഗോപിയേട്ടന്റെ മനസ്സിൽ ഇന്നത്തെ ഈ ഒരു രാത്രി കൊണ്ട് അവസാനിക്കുന്നതല്ലോ ജീവിതം. ഇനിയും എത്രയോ കാലം ആ വീതിയിലൂടെ കൈകോർത്ത് ചേർത്തണച്ച് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരേ കാഴ്ചപ്പാടോടെ, ഒരേ മനസ്സോടെ, അല്ലേ? പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന്റെ ആദ്യ വാതിലിങ്ങനെ കൊട്ടി അടയ്ക്കപ്പെട്ടാൽ അതൊന്നും സാരമില്ല. ക്ഷമിക്കാനറിയാം, സഹിക്കാനറിയാം, പിന്നെ ഉറക്കാനും അറിയാം. എന്താ, ഒരു താരാട്ട് പറച്ചേ? അയ്യോ വേണ്ട, ഞാൻ ഉറങ്ങിക്കൊള്ളാം. அப்பா, நீ இன்னைக்கு வேலைக்கு போலியா? இல்ல, 10 நாளைக்கு லீவ் போட்டேன். ஏன்பா? ஏன், என்ன, எதுக்கு இந்த மாதிரி கேள்வி எல்லாம் வேண்டாம். நீ ஆற்ற வேலையை பாரு, டிஃபனுக்கு நேரம் ஆச்சு. போங்கப்பா. கொஞ்சம் அசந்தா போ, என்ன நடக்குதுன்னு ஆண்டவனுக்கே தெரியாது. என்னப்பா புலம்புறீங்க? நீ ஆட்டுமா, ஆட்டுல மாவை எடுத்து வடை சுட்டினா அடாடாடா என்ன வடை என்ன வடைன்னு சொல்லணும், புரியுதா? போங்கப்பா, ஆட்டி ஆட்டி என் கையே வலிக்குது. ஏன் வலிக்காம இருக்கும்? எத்தனை தடவை சொல்லியிருக்கேன் பக்குவமா ஆட்டணும்னு. இதெல்லாம் ஒரு நாக்கு தாம்மா. എന്താ അഭിരാമി, വടയ്ക്ക് മാവാട്ടാണോ? ஆமாங்க. എന്താ ഗ്രൈൻഡർ അല്ലേ? தேவையில்லை. மிஷின் வடைக்கும் இந்த வடைக்கும் டிஃபரெண்ட் இருக்கு. இது டேஸ்டா இருக்கும். എന്നാലും പാവല്ലേ? யார் பாவம்? അഭിരാമി. சார்தான் நீ நினைக்கிற, நான் தவிக்கிறேன், இவ குதிக்கிறான். എനിക്കൊന്നും മനസ്സിലായില്ല. எனக்கு ஒண்ணும் മനസ്സിലായിട്ടില്ല, அதான் இப்படி உட்கார்ந்திருக்கேன். அபிராமி, மாவு எடுத்து வடையை போடுறதுக்கு வழியை பாரு. ஐயோ இருப்பா, இன்னும் கொஞ்சம் அரையிட்டோம், அப்பதான் வடை ஸ்மூத்தா இருக்கும். நீ ஸ்மூத்தா பாக்குற, நான் ஹார்டா மாறிடும். എന്നെ കുപ്പിസമണ വേലയ്ക്ക് പോലിയാ? തോട്ടത്തിലെ സ്ട്രൈക്ക് നടക്കുത്. അണ്ണൻ ഇവിടുത്തെ ആളിനാളെന്ന് പറഞ്ഞിട്ട്? ആളിനാളാണ്. കൂട്ടത്തിലൊരു തേയിലത്തോട്ടത്തിലും ജോലി നോക്കുന്നുണ്ട്. ഓ, എതുക്കാണ് സ്ട്രൈക്ക്? ஸ்டாஃப் ரூம்ல எல்லாருக்கும் கலர் டிவி வேணுமா, கிரிக்கெட் மேட்ச் பாக்குறதுக்கு லீவ் வேணுமா சம்பளத்தோட. தேவையில்லாத ஸ்ட்ரைக்கு. அப்பா போதும் போதும், இதுக்கு மேல அரைச்சா வடை கெட்டுடும். எந்திரி. ഇന്ന് കാപ്പിക്കെന്താ പലഹാരം? അത് ടിഫിൻ എന്നാന്ന് കേக்குறேன். ஓ, டிஃபனா? VIP. VIP? ஆமா, வீணா வடை, ஐனா இட்லி, பீனா பொங்கல். VIP, வடை இட்லி பொங்கல். ഹലോ, 1 സെക്കൻഡ്. ഗോപി ഫോൺ. ഹലോ, ഗോപി ഹിയർ. നാളെയോ? ഞാൻ എത്തിക്കോളാം. ഓക്കെ, താങ്ക് യു. എന്താ ഗോപി? കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നാളെ ബാംഗ്ലൂർ വെച്ചാ. അപ്പോ പോണം, പോകാതിരിക്കാൻ പറ്റില്ല. എന്താ പെട്ടെന്നൊരു മീറ്റിംഗ്? അറിഞ്ഞൂടാ, ചെന്നാലേ അറിയൂ എന്താ ഏതാണെന്ന്. പോകാൻ തീരുമാനിച്ചോ? പോകാതിരുന്നാൽ ആകെ പ്രശ്നമാകും. നാളെ മീറ്റിംഗ് എന്ന് പറയുമ്പോ ഇന്ന് പുറപ്പെടണം. മീരെ, 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 നിക്കാൻ. നീ എന്താ ഇങ്ങനെ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വന്നിട്ട് 2 ദിവസമായില്ല. എന്ന് പറഞ്ഞ ഇത് ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണോ? മാത്രമല്ല, ഞാനവിടെ സ്ഥിരതാമസമാക്കാനല്ലല്ലോ പോകുന്നത്. 1-2 ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിങ് എത്തൂലേ പറന്ന്.
എന്റെ പൊന്നു മീരെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ മുഖത്തിനൊരു തെളിച്ചം വരാത്തത് വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ആവശ്യത്തിന് മാത്രമുള്ള 1-2 ജോഡി ഡ്രസ്സ്, എന്റെ ഓഫീസ് ഫയല്, പിന്നെ നിനക്കറിയാലോ എല്ലാം എടുത്ത് പെട്ടി വെക്കേ. ഞാൻ ആ റോമിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഉം. അത് കൊള്ളാം. അവിടെ അവള്, ഇവിടെ നീ. ഇന്ന് ഞാൻ പോയാലോന്ന് ആലോചിക്കായിരുന്നു. ഇന്ന് പോകാനോ? ഇനി ഏതായാലും ഞാൻ വന്നിട്ട് പോകാം. അല്ല, അവിടെയും പ്രശ്നമാണേ. അറിയാം, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2 കണ്ണുകൾ, ഒരു മനസ്സ്, അതല്ലേ? ഒരു കാര്യം ചെയ്, ഒരു ഫോൺ അടി, 36 ആശ്വാസം. ആ, അത് വേണ്ട. ഞാൻ അവിടെ എത്തുമ്പോ പരിഭവവും പരാതിയും കലർന്ന ഒരു സ്വീകരണം വേണം നാൻസി തരാൻ. അതെന്തിനാ? ആ നേരത്തെ അവളുടെ മുഖഭാവം ഒന്ന് കാണാലോ. അതല്ലേ വന്നിട്ട് ഇതുവരെ ഫോൺ ചെയ്യാത്തത്. കാണാനൊന്നുമില്ല, ഒരുപക്ഷെ ദേഷ്യം മൂത്ത് വല്ല. വേണ്ട റോമി. ഏയ്, കക്ഷി അത്ര വയലണ്ടാകുന്ന കൂട്ടത്തിലല്ല. മാത്രമല്ല, സ്നേഹിച്ച ഹൃദയങ്ങളൊന്ന് അകന്നു നിന്ന് വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മുഹൂർത്തം എനിക്ക് അനുഭവിച്ചറിയണം. ആ, നാളെ രാത്രി തിരിച്ചെത്തുമല്ലോ. നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ഞാനിവിടെ കാണും. ആ റോമി, ഞാൻ പോയിട്ട് വരാം. എത്തിയാലുടനെ ഫോൺ ചെയ്യണം. ആദ്യത്തെ ജോലി അതാ. മീരക്കുട്ടി പറഞ്ഞാലും ഓർമ്മയുണ്ടല്ലോ. എന്റെ പൊന്നു മീര, ഒന്ന് സന്തോഷമായിട്ട് യാത്ര അയക്കേ. പോയിട്ട് വട കോന്താന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അരെ വാ, ഇപ്പൊ രക്ഷപ്പെട്ടു. ഗോപേട്ട പിന്നെ വേണ്ട, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഒരു സാധാരണ ഭാര്യ പറയുന്നത് പോലെ നേരത്തിന് ആഹാരം കഴിക്കണം, പച്ചവെള്ളം കുടിക്കരുത്, ചൂടുവെള്ളത്തിലേക്ക് കുളിക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ലിസ്റ്റ് തരാതെ എല്ലാം എനിക്കറിയാം. ആ കുപ്പസമ്മേ, പോയിട്ട് കിട്ടുമാ? சரிங்க. எங்கேயும் போயிடாத. எங்கேயும் போட மாட்டேன். இருக்கிற சூழ்நிலை சரிப்பட்டே வராது. அபிராமி, പോയിട്ട് വാങ്ങിയാ വരട്ടെ. ഫോൺ വല്ല വന്നോ? ഇല്ല. ഛേ, ഇവനെന്ത് പണിയായി കാണിക്കുന്നത്? ആ, ചിലപ്പോ ലൈൻ കിട്ടാൻ പ്രയാസമായിട്ടായിരിക്കും. അതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്യാത്തതാ. ഏയ്, അതൊന്നുമല്ല, തക്കതായ കാരണം കാണും. ஆ, காலையில ஃப்ரெஷ்ஷா ஒரு டீ சாப்பிட்டா மொத்த டென்ஷனும் சரியா போயிடும். இந்தாங்க ഉപ്പുസമ്മനെ, പത്രം വന്നില്ലേ? பேப்பரா? ஆ. அந்த பொண்ணை வாங்கிட்டு வர சொல்லி அனுப்பிச்சேன், இன்னும் காணுமே. இவ்வளவு நேரம் என்ன பண்ணிட்டு இருந்த? கடை திறக்க வேண்டாமாப்பா? இந்தாங்க. சோ, என்கிட்ட கொடு. இந்தாங்க. அபிராமி, சீக்கிரம் டிஃபன் ரெடி பண்ணு, உள்ள போ. താങ്ക് യു. വെൽക്കം. My God, ഇത് മീര അറിഞ്ഞാൽ no. அம்மா, உங்களுக்கு ஃபோன் வந்திருக்கு. ഗോപേട്ട നല്ല ആളാ, എന്നെ വിട്ട് പോയിട്ട്. മീരെ, മീരെ, മീരെ. മീരെ, എന്ത് വെട്ടിത്തായി കാണിക്കാൻ പോണത്? വേണ്ട, എന്നെ തടയരുത്. മീരെ, എനിക്ക് ജീവിച്ചത് മതി. വെറുതെ അതും ഇത് പറയാതെ. ഞാൻ ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം?
എന്റെ ഗോപേട്ടൻ. മീരയെ പോലെ ചിലരുടെ പല ന്യായീകരണങ്ങൾ ഒന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് റോമി പറയുന്നത്? ജീവിക്കണമെന്ന്. ആർക്ക് വേണ്ടി? മീരയ്ക്ക് വേണ്ടി. ആ ജീവിതത്തിന് എന്താണ് ഒരു അർത്ഥം? അർത്ഥമുണ്ടാക്കിയെടുക്കേണ്ടത് മീരയാണ്. ഞാനതിന് അശക്തയാണെങ്കിലോ? അല്ല, ശക്തയാണെന്ന് മീരയുടെ മനസ്സിൽ തീരുമാനം എടുക്കണം. റോമി പോയിട്ട് ഒരു ഫോൺ പോലും ചെയ്തില്ല. എന്തു പറ്റിയോ ആവോ? ഒരുപക്ഷേ റോമി അവിടെ എത്തിക്കാണോ? ഇല്ല, എന്റെ റോമിക്കൊന്നും സംഭവിച്ചു കാണില്ല. പിന്നെ എന്താ ഫോൺ ചെയ്യാതെ എന്നെ വിഷമിപ്പിക്കണേ? ആർക്കാ? ഏയ് വെറുതെ. എനിക്കറിയാം, നാൻസിക്കായിരിക്കും. സ്നേഹിച്ചു പോയാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? ഇവിടെ താമസിച്ചത് റോമയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? ഒന്നും ഒരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയിട്ടില്ല. മീരയ്ക്ക് ആ തോന്നൽ വേണ്ട. റോമി പറഞ്ഞതും കാര്യമാണ്. ഇനി ഊട്ടി താമസിക്കാന്ന് വെച്ചാ ഒരു പിടി ഓർമ്മകളും ദുഃഖങ്ങളുമായി മീര തിരിച്ചു പോകേണ്ടി വരുന്നു എന്നോർക്കുമ്പോഴാ. സാരല്ല റോമി, ഇന്നലെ എന്നൊന്ന് എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് കരുതാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. നാളെ നമ്മൾ പോവല്ലേ? ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, എനിക്ക് അവിടെ ഒന്ന് പോണം. ഞാനും കൂടി വരാം. റോമി എന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഭയപ്പെടുന്നു അല്ലേ? റോമി പേടിക്കണ്ട, ആ മീരയുടെ മരണം എപ്പോഴോ സംഭവിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഏകാന്തമായ അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കാനുണ്ട്. അപ്പോഴേ മനസ്സിന്റെ എല്ലാ വിങ്ങലുകളും തീരും. റോമി സാർ. ഓ അഭിരാമിയോ? ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. இல்ல, வீட்ல சும்மா இருந்தேன். அப்படியே மாட்டுக்கு புல் அரிக்கலான்னு போனேன். ഓഹോ, ஆமா, அக்கா இல்லையா? അമ്പലത്തിൽ പോയി. കോവിലേക്ക് പോയി. ஓ, கோயிலுக்கு போயிருக்காங்களா? എന്താ അഭിരാമി? ஒண்ணுல்ல, நைட்டுக்கு என்ன பண்ணணும்? ഏ இல்ல, சாப்பாட்டுக்கு என்ன பண்ணணும்னு கேட்டேன். ആ എന്തെങ്കിലും ഉണ്ടാക്ക്. വല്ല ചപ്പാത്തിയോ കഞ്ഞിയോ. கஞ்சியா? ആ അത് മതി. அபிராமிங்க. അഭിരാമിയോ? ഉള്ളിലുണ്ട്. എന്തേ? மழை வரும் போல் இருக்கு, கூட்டிட்டு போலான்னு வந்தேன். அபிராமி, என்னப்பா? மழை வரும் போல் இருக்கு, வா போலாம். சரிப்பா. சாப்பாடுலாம் ஆயிடுச்சா? செஞ்சு வச்சிருக்கேன், கஞ்சியும் பயிரும். நான் கேட்கிறேன், பதில் எங்கேயா? வா போலாம். வரே ரோமி சார். என்ன நடக்க போகுதோ? ഈ മീര അമ്പലത്തിൽ പോയിട്ട് ഇനിയും വന്നില്ലല്ലോ. മീര എന്ത് പണിയാ കാണിച്ചേ? മഴ വരുന്നു കണ്ടപ്പോ വേഗം പോരായിരുന്നില്ലേ? ഇത്രയും ശക്തിയെ പെയ്യൊന്ന് കരുതിയില്ല. ശരി ശരി, വരും, നമുക്ക് പോവാം. മീരെ, ആ, നമുക്ക് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാം. ആ. നമുക്ക് അവിടെ കയറി നിൽക്കാം. ആ. വരും. വണ്ട.
റോമി ഇവിടെ ഇരിക്ക. ഞാൻ എവിടെയൊക്കെ തേടി. റോമി എന്താ വല്ലാതിരിക്കുന്നേ? ഒരു തെറ്റ് എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാനൊരു കുറ്റവാളിയായിരിക്കുകയാണ്. അതിൽ ദുഃഖിക്കേണ്ടത് ഞാനല്ലേ? കാരണം നഷ്ടം എനിക്കാണല്ലോ. ചാരിത്രത്തിന്റെ കാര്യത്തിൽ സ്ത്രീയെ പോലെ തന്നെയാണ് പുരുഷൻ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇത്രയധികം ബ്രോഡ് മൈൻഡഡ് ആയ റോമിക്ക് തെറ്റ് ശരിയാക്കാൻ ശ്രമിച്ചൂടെ? എങ്ങനെ തെറ്റ് ശരിയാവും? തെറ്റ് തെറ്റ് തന്നെയാണ്. തിരുത്താനുള്ള വഴിയിലേക്ക് റോമി നോക്കിയില്ല. നമ്മുടെ വിവാഹത്തിലൂടെ മീരെ